സഹോദരിമാരെ, ഡിസംബർ 31 ആ സർവേ പൂർത്തീകരിച്ചു. എഡിറ്റോറിയൽ പേജിൽ മലയാള മനോരമയിൽ കുറിച്ചിട്ടു. കഴിഞ്ഞ 2024 ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടങ്ങുന്ന കേരളക്കരയിലുള്ളതാകുന്ന മനുഷ്യ മക്കൾ, മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന പദം എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു ശബ്ദധാരാവലിയും കണ്ടിട്ടില്ലാത്തതാകുന്ന ഒരു വാക്കാണ് തന്തവൈബ് എന്നുള്ള വാക്കാണ്. തന്തവൈബ് എന്താണ് ഈ തന്തവൈബ് എന്ന് പറയുന്നത്? 20 വയസ്സിനുള്ളിൽ ചുവടെയുള്ളതാകുന്ന കുട്ടികൾ 40-ഉം 45-ന് വയസ്സുമുള്ളതാകുന്ന പ്രായമുള്ളതാകുന്ന ആളുകളെ, ഉപ്പയുടെ പ്രായമുള്ള ആളുകളെ, മുതിർന്നവരെ കളിയാക്കുന്നതാകുന്ന ഒരു വാക്കാണ്. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാനിക്കാതെ അത് തള്ളിക്കളഞ്ഞ് അവരെ വിളിക്കുന്നതാകുന്നൊരു വാക്കാണ് തന്തവൈബ് എന്ന് പറഞ്ഞ് ആ വാക്കുകളെ നിസാരവൽക്കരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോക്ക്? എങ്ങോട്ടാണ് നമ്മുടെ കേരളക്കരയുടെ മക്കളുടെ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം. കേരളക്കരയിലെ ഒരു പ്രമുഖ പത്രം അവർ നടത്തിയ ഒരു സർവേയിൽ 2024 എന്ന് പറയുന്ന ഒരു കൊല്ലത്തിൽ ആ വർഷം അവസാനിക്കുമ്പോൾ 25-ന്റെ പുലരിയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന പദം ഏതെന്നുള്ളത് സർവേ നടത്തിയിട്ട് അവസാനം എത്തിച്ചേർന്നതാകുന്ന പദം, ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാകുന്ന വാക്ക് ഇതാണ്, തന്തവൈബ് എന്നുള്ള വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ധ്വനികൾ, അതിൻ്റെതാകുന്ന വിശദീകരണം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പുതിയ ജനറേഷൻ, ന്യൂജൻ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നതാകുന്ന ഈ ഒരു വിദ്യാർത്ഥി സമൂഹം 20 വയസ്സിന് ഇങ്ങോട്ട് താഴോട്ടുള്ളതാകുന്ന കുട്ടികൾക്ക് മുതിർന്നവരെ, അവരുടെ വാക്കുകളെ പരിപൂർണമായി തൃണവൽഗണിച്ച് അവഗണിച്ച് അവരെ ഒഴിവാക്കി വിടുന്നതാകുന്ന ശൈലിക്കാണ് ഈ വാക്ക് പറയുക. ഉപദേശിക്കുന്ന വാപ്പയെയും ഉപദേശിക്കുന്ന ഉമ്മയുടെയും മുതിർന്നവരുടെയും വാക്കുകളെ ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പരിപൂർണമായി അവഗണിക്കുക. അതൊക്കെ ഒരു തന്തയുടെ വാക്കാണ്, അതിലൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന അർത്ഥത്തിലുള്ളതാകുന്ന ഒരു ശൈലി. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ.